Subscribe please and enable the bell icon for latest video notifications. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തരം വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതിനു മുന്നേ എക്സാഗൺ ടൈപ്പിലുള്ള ലോഗോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിക്സൽ ലാബ് എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയാത്തവർക്ക് വേണ്ടി എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് തരുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാഗൺ ഷേപ്പിലുള്ള ലോഗോസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അത്തരം ലോഗോസ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ കൈൻമാസ്റ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു പുതിയൊരു ഫയൽ MT പ്രോജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മീഡിയ എന്ന് കാണാം. അതിൽ നിന്നും ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ബ്ലാക്ക് സെലക്ട് ചെയ്യുക. ബ്ലാക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലെയർ എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മീഡിയ സെലക്ട് ചെയ്യുക. മീഡിയയിൽ നിന്നും നിങ്ങളുടെ ലോഗോ സെലക്ട് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ ഫിൽറ്റർ എന്ന് കാണാം, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു എഫക്റ്റ് ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് കാണാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലോട്ടൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ എന്താണോ ടെക്സ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയ വഴി ലെയറിൽ നിന്നും ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത്തരം ടെക്സ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യുക. ഇത് ഞാൻ പിക്സൽ ലാബിൽ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റാണ്. ഇനി നമുക്ക് കളർ കറക്ഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നേരത്തെ കാണിച്ചത് പോലെ തന്നെ കളർ കറക്ഷൻ വരുത്തുക. ഓക്കെ, ഇനി നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് ആനിമേഷൻ വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇമേജ് എടുക്കുക. അതിനുശേഷം ഇവിടെ ആനിമേഷൻ എന്ന് കാണാം, അതിൽ ഇവിടെ നമുക്ക് ഡ്രോപ്പ് എന്ന് കാണാൻ പറ്റും. ഡ്രോപ്പിൽ ഓൾറെഡി 1.0 ആണ് അളവ്, നിങ്ങൾക്കത് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിവിടെ 1.0 ചൂസ് ചെയ്തു. അതിനുശേഷം ടെക്സ്റ്റ് എടുക്കാം. ടെക്സ്റ്റിൽ ഇൻ ആനിമേഷൻ പോപ്പ് അപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, അല്ലെങ്കിൽ വൈപ്പ് അപ്പ് അല്ലെങ്കിൽ പോപ്പ് അപ്പ്, അത് 1 സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ലോഗോൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ സൈസ് കൂട്ടാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഔട്ട്രോ, അഥവാ നമ്മളിപ്പോൾ വന്നതിന് ശേഷം നമുക്ക് ഇത് ഔട്ട്രോ കൊടുക്കണം. അപ്പോൾ ഒരു മിനിമം ഒരു 2-3 സെക്കൻഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ ലോഗോ ഇമേജ് എടുക്കുക. അതിനുശേഷം ഇവിടെ ഔട്ട് ആനിമേഷൻ എന്ന് കാണാം, അതിലൊന്ന് സെലക്ട് ചെയ്യുക. ഞാനൊരു 0.something എടുത്തു. അതിനുശേഷം ടെക്സ്റ്റിനും ഒരു ഔട്ട് ആനിമേഷൻ എടുക്കുക. അതും 0.something എടുത്തു. ഇനി പ്ലേസ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ടെക്സ്റ്റും ഇമേജും കട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ടെക്സ്റ്റിൻ്റെ മുകളിലൂടെ ഒരു ലൈറ്റ് എഫക്റ്റ് പോയത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ഇനി ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇനി നോക്കുന്നത്. ഓക്കെ ഗൈസ്, അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ്, അഥവാ നമ്മൾ ടെക്സ്റ്റിന് ഒരു ആനിമേഷൻ കൊടുത്ത കാരണം ടെക്സ്റ്റ് വരുന്ന സമയം നമുക്ക് അറിയില്ല. അപ്പോൾ ടെക്സ്റ്റ് വന്ന് നിന്നതിന് ശേഷം ഒരു ലൈറ്റ് എഫക്റ്റ് നമുക്ക് കൊടുക്കാം. ഒന്ന് പ്ലേ ചെയ്യുക. ഓക്കെ, ഇവിടെ നിൽക്കുക. അഥവാ ടെക്സ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് പിന്നെ താഴത്തേക്ക് വരുന്ന സ്പോട്ടിൽ പൗസ് ചെയ്യുക. പൗസ് ചെയ്തിട്ട് ഇവിടെ ലെയർ എന്ന് കാണാതെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മീഡിയ എന്ന് കാണാം. അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ലൈറ്റ് എഫക്റ്റ് എടുക്കുക. ലൈറ്റ് എഫക്റ്റ് എടുത്തിട്ട് മൊത്തത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, അഥവാ
ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഫുള്ളായി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന് മാത്രമായിട്ടൊരു എഫക്റ്റ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അഥവാ ഇങ്ങനെ മൂവ് ആവും. അല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ സെൻറ്റർ മുതൽ കൊടുക്കാം. അപ്പോൾ ടെക്സ്റ്റിൻ്റെ അവിടെ വെക്കുക, അഥവാ ട്രെൻഡിൻ്റെ ഫസ്റ്റത്തെ ടി എന്നില്ല അതിൻ്റെ അവിടെ വെച്ചതിന് ശേഷം ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു സർക്കിൾ കാണാം, ഒരു കീ സർക്കിൾ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് താഴെ വല്ലാതെ ഫിംഗർ മൂവ് ചെയ്യാം. ഫിംഗർ മൂവ് ചെയ്യുമ്പോൾ ഒരു പ്ലസ് ബട്ടൺ ഈ ഒരു റൈറ്റ് സൈഡിൽ വരുന്നതാണ്, സർക്കിൾ വിത്ത് പ്ലസ് ബട്ടൺ. അപ്പോൾ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഫിംഗർ കൊണ്ട് ഇങ്ങനെ വല്ലനെ കുറച്ച് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക. അതിനനുസരിച്ച് താഴത്തും അതിനനുസരിച്ച് നമ്മളിങ്ങനെ നീക്കി കൊടുക്കണം. ആനിമേഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത്രയും വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, നിങ്ങളിത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സംഭവം സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് കട്ട് ചെയ്യാം. അഥവാ ഈ ഒരു വീഡിയോ 3 സെക്കൻഡ്, അഥവാ നമ്മളിപ്പോൾ ഒരാളെ ഒരു വീഡിയോ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ അത്ര ടൈം ഇൻട്രോക്ക് ആരും പ്രാധാന്യം കൊടുക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ ടൈം അഥവാ നിങ്ങളിപ്പോൾ ഒരു 4-5 സെക്കൻഡിന് ഇൻട്രോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് ചെയ്താൽ മതി. ഞാനിതൊരു 2-3 സെക്കൻഡിൻ്റെയാണ് ഇതിൽ ചെയ്യുന്നത്. നിങ്ങൾക്കത് വേണമെങ്കിൽ കൂട്ടിയിട്ട് ഈ ഒരു എഫക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ ഇതിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലൈറ്റിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ സൈസ് കൂട്ടാം. ഇപ്പോൾ ഇത് 3 സെക്കൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചെയ്യേണ്ടത് ബ്ലാക്ക് സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഓൾറെഡി ഒരു 5 സെക്കൻഡ് ആയിക്കോട്ടെ. 5 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഇമേജും അത് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, ഫുള്ളായിട്ട് വരും. പക്ഷേ ഇത് ജസ്റ്റ് എത്രയാണോ വേണ്ടത് അത്രയും വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അങ്ങനെ 5 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് ഇവിടെ നിൽക്കണ സ്പോട്ടിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. കാരണം ഇത് അതിനനുസരിച്ച് സൈസ് കൂട്ടുക. അഥവാ നമ്മുടെ ഔട്ട്രോ എവിടെയാണോ വരുന്നത് അതുവരെ വെക്കുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക, മൈനസ് ചെയ്യുക, അഥവാ ഐക്കൺ ഒന്നുകൂടി കൊടുക്കുക. വീണ്ടും ജസ്റ്റ് ഒന്ന് ഫിംഗർ ഒന്ന് മൂവ് ചെയ്യുക. ഏകദേശം ഒരു 1.1 ആകുമ്പോഴാണ് 0 ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഫിംഗർ കൊണ്ട് മെല്ലെ അതിനുശേഷം താഴെ വെല്ലം നീക്കുക. അതിനനുസരിച്ച് ഇവിടെ
ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളറൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് വരിക എന്നുള്ളത്. അപ്പോൾ അതേമാതിരി ടെക്സ്റ്റിനും ഇതിനനുസരിച്ച് ഓക്കെ. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് മീഡിയ എന്ന് കാണാം. അതിൽ നിന്നും ഒരു ബ്ലാക്ക് സ്ക്രീൻ സെലക്ട് ചെയ്യാം. അവിടെ നമ്മൾ നമ്മുടെ വീഡിയോ ഡയറിയിൽ വഴി നമ്മളിനി എന്താണ് നമ്മുടെ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ സെലക്ട് ചെയ്യാം. ഫുൾ സ്ക്രീൻ ആക്കിയതിന് ശേഷം ഇവിടെ ആനിമേഷൻ എന്ന് കാണാം. അവിടെ നല്ലൊരു എഫക്റ്റ് എടുക്കുക. ഈ ഒരു ഏതെങ്കിലും ഒരു ആനിമേഷൻ കൊടുക്കുക. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഏകദേശം ഒരു എഡിറ്റിംഗ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രോ ക്രിയേറ്റ് ചെയ്യുക. ഇതിന് പകരം മറ്റേ വെർട്ടിക്കലും സെയിം തന്നെയാണ് കൊടുക്കുക. ആനിമേഷൻ അനുസരിച്ച് മാറ്റിയാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.